അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൊഹബത്ത് കാ സർബത്തുമായിട്ടാണ്. ഡൽഹിയിൽ നമുക്ക് സ്ട്രീറ്റിൽ കിട്ടുന്ന അടിപൊളി ഒരു സർബത്താണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇഫ്താർ ടൈമിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുടിച്ചാലും മതിവരാത്ത ഒരു ഇഫ്താർ ഡ്രിങ്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്ന് നോമ്പ് 10 ഞങ്ങളുടെ ഇഫ്താർ ഡ്രിങ്ക് ഇന്ന് മൊഹബത്ത് കാ സർബത്താണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിക്കാം. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യാണ്. രണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇത് കുനുകുനായിട്ട് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ നോമ്പിന്, കണ്ടോ. അതിനുശേഷം ഞാനിവിടെ 2.5 ഗ്ലാസ് പാല് തിളപ്പിച്ച് ചൂട് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത പാലാണ്. തണുത്ത പാലായിരിക്കണം. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര പാലിൽ ചേരത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റോസ് സിറപ്പാണ്. റോസ് സിറപ്പ് കണ്ടോ, റൂ അഫ്സ എന്ന് പറയുന്ന സംഭവം. റോസിന്റെ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഡാർക്ക് റോസ് വരണം, കണ്ടോ. അതാണ് അതിൻ്റെ ഒരു കളറ്. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന തണ്ണിമത്തൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് തന്നെ. കുടിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ദാഹശമനി എന്ന് പറഞ്ഞാൽ മൊഹബത്ത് കാ സർബത്ത് തന്നെയാണ്. ഇഫ്താർ ടൈമിൽ നമുക്ക് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, കുടിക്കാനും. അതുപോലെ തന്നെ നോമ്പ് സമയത്ത് അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് അത് മാറാനായിട്ടും ഒക്കെ വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ തണ്ണിമത്തനെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാരയും പാലും തണ്ണിമത്തനും എല്ലാം കൂടി അതിൽ കിടന്ന് നല്ലതുപോലെ മിക്സായി വരട്ടെ. അപ്പോൾ നമ്മുടെ മൊഹബത്ത് കാ സർബത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.